ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ലോഗാണ്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ മക്കളെ കൂട്ടാൻ പോയ പോക്കാണ് പോയത്. മക്കളെ ഞാനന്ന് കൂട്ടിയിട്ട് വരൽ അവിടെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല, കുറച്ചേ പോകാനുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് കൂട്ടിയിട്ട് വരാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും ആക്കിയിട്ടില്ല. ഞാൻ തന്നെ രാവിലെ കൊണ്ടാക്കലും കൂട്ടലൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അവരെ കൂട്ടിയിട്ട് വന്നു. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കണം. വന്നപാട് വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുന്നൊരു ബുക്കാണ്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെൻ്റെ കിച്ചണിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഏതായാലും മക്കൾക്കുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അവർക്ക് പിന്നെ പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇന്ന് ഹെവി ആയിട്ടുള്ളൊരു സ്നാക്സും കാര്യങ്ങളൊന്നും തയ്യാറാക്കുന്നില്ല. പിന്നെ നമ്മൾ ഡിന്നർ കുറച്ച് ഹെവി ആയതിനെ കൊണ്ട് തന്നെ ഞാൻ ഒരു സിമ്പിൾ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം മക്കൾക്ക് തൽക്കാലം ഒന്ന് വിശപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ മക്കൾക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ പോപ്കോൺ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പം ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടാണ് പോപ്കോൺ ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ടും ഉണ്ടാക്കലുണ്ട്. അല്ല ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തൽക്കാലം ഇന്ന് പാക്കറ്റിലുള്ള പോപ്കോൺ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ ആക്കിയിട്ട് പിന്നെ മൈക്രോവേവിൽ വെച്ചിട്ട്, സാധാരണ മൈക്രോവേവ് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ ആവുന്നതിനനുസരിച്ച് അങ്ങനെ എടുക്കലാണ്. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. അപ്പോൾ ഞാൻ എൻ്റെ മുകളിലൊരു മൂടിയും കൂടെ വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ചിട്ടുണ്ട്. ചില സമയം മിക്കവാറും ഞാൻ ഇതിൽ തന്നെ ആക്കൽ. എനിക്ക് ഇതാ കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് ആവും. പിന്നെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടിഭാഗമൊക്കെ കുറച്ച് കരിഞ്ഞൊക്കെ പോകലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒന്നും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അങ്ങനെ കരിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പം മൈക്രോവേവ് വാങ്ങിയതിന് ശേഷം ഞാൻ ഇതിൽ തന്നെയാണ് പോപ്കോണൊക്കെ ചെയ്യൽ. അപ്പോൾ ഏതായാലും അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്കൊന്നും കൊടുക്കണം. എല്ലാവരും ഡ്രസ്സെല്ലാം മാറിയിട്ട് വന്നതാണ്. മേലെയായിട്ടൊന്നുമില്ല. അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞിട്ടാണ് മേലുകളും പരിപാടിയൊക്കെ. വൈകുന്നേരം കുറച്ച് സമയം അങ്ങനെ കളിക്കാനൊക്കെ പോകും. അപ്പോൾ ഏതായാലും അവരങ്ങനെ കഴിക്കട്ടെ. വന്നപാടം തന്നെ ഉണ്ടാക്കും വിശപ്പുണ്ടാവുക. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതിനെ കൊണ്ട് ഞാൻ വന്നിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. 5 മിനിറ്റ് കൊണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും അവരങ്ങനെ കുറച്ച് സമയം ടി വിയും കണ്ട് അതങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയാണല്ലോ. അപ്പോൾ ഏതായാലും മഴയും കൊണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ വേഗം നമുക്ക് രാത്രിത്തെ ഡിന്നറൊക്കെ ആക്കാനുണ്ട്. അപ്പോൾ പിന്നെ മക്കളെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ഫുഡ് കൊണ്ടുപോയതും കഴിച്ചതൊക്കെയായ പാത്രങ്ങളൊക്കെ വന്നപാട് തന്നെ കഴുകി വെക്കും. അപ്പോൾ അവരെന്നെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവയ്ക്കും. ഞാനാണ് കഴുകലൊന്നുമില്ല. എന്നാലും അവർ വന്നപാട് തന്നെ ബാഗിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവയ്ക്കും. അതേപോലെ തന്നെ യൂണിഫോമൊക്കെ കഴിച്ച് അതത് സ്ഥലത്ത് വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. ഡ്രസ്സ് ഇടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. അപ്പോൾ ഏതായാലും ഞാൻ ആ പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ വന്നപാട് അവരെ സ്കൂൾ വിട്ട് വന്നപാടുള്ള ആ ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രം കഴുകലും കാര്യങ്ങളും. പിന്നെ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കിയ ആ ഒരു ബൗളുണ്ടല്ലോ, അതൊന്ന് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. അത് ഞാൻ ഗ്ലാസിൻ്റെ അതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴുകി എടുത്ത് വെക്കലുണ്ട്. കാരണം എന്ന് വെച്ചാൽ സിങ്കിലിട്ട് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും മക്കളങ്ങറ്റം വേറെ പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ച് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഗ്ലാസ്, സെറാമിക് അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഞാൻ സിങ്കിലിട്ടില്ല. പൊതുവേ പാത്രങ്ങൾ സിങ്കിലിട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, അതങ്ങനെ കുന്നുകൂടി കിടക്കും. അപ്പോൾ ഞാൻ അന്നേരം തന്നെ കഴുകി അങ്ങ് ഒഴിവാക്കലാണ്. നമ്മളെ ഡിന്നറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. ഗ്രിൽ ചിക്കനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു കപ്പിൽ ഒരു 3/4 കപ്പ് നമ്മുടെ സാദാ മല്ലി ഉണ്ടല്ലോ, പച്ചമല്ലി, അത് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് നമ്മുടെ ചെറിയ ജീരകം, ഒരു 1/4 കപ്പ് കുരുമുളക്, ഒരു 1/4 കപ്പ് തന്നെ പെരുംജീരകം, അതേപോലെ തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്കായും, പിന്നെ നമ്മുടെ പിരിയൻ മുളകുണ്ടല്ലോ, അതൊരു 10 എണ്ണം, 10 11 ഒക്കെ ചേർക്കാം. പിരിയൻ മുളകാനെ കൊണ്ട് വലിയ എരിവുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, പച്ച മസാല, അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കരിയാണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണേ.
അപ്പോൾ ഇതൊന്ന് റോസ്റ്റാക്കി അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പിന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ ഇന്ന് ഗ്രിൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാലയാണിത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക്. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു നേരത്തേക്കൊന്നും നല്ല എടുക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ തലേ ദിവസമാണ് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ ഒരു ക്ലിപ്പിംഗ് ഞാനിതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. തലേ ദിവസം ഞാൻ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഏതായാലും അതൊന്ന് ഞാൻ പൊടിക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നല്ല ബ്രൗൺ കളറുള്ള പൗഡറായിട്ടേ വരിക. അപ്പം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ്. ഫ്രഷ് ആയിട്ടുള്ളതാണല്ലോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 ടീസ്പൂൺ ചാട്ട് മസാലയും കുറച്ച് കസൂരി മെത്തിൻ്റെ ലീവ്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നതും കൂടെ ഉണ്ട് ഞാൻ അതിൻ്റെ കൂടെ. അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് പിന്നെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പിന്നെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് വരഞ്ഞും കൂടെ കൊടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക്. പിന്നെ ഇതാ ഒരു 2 ടീസ്പൂണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതൊരു വലിയ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാട്ട് മസാല ഉണ്ടല്ലോ അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ ഒരു മസാലയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും മസാല എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു നമ്മൾ പൊടിച്ച് വെച്ച മസാല മാത്രം ചേർത്തിട്ടും ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് ബട്ടറും അതേപോലെ തന്നെ കുറച്ച് കസൂരി മേത്തിയും അതേപോലെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതൊരു 2 മണിക്കൂർ അങ്ങനെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യട്ടെ. ആ ഒരു സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ബാക്കി നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അതൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മസാല. അപ്പോൾ ഞാനതൊക്കെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം അതിങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. 1 മണിക്കൂറൊക്കെ എത്ര സമയം റെസ്റ്റ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനത് കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചത് ഇതിപ്പം നമുക്കൊരു ഈവനിങ് സ്നാക്ക് ചെറിയൊരു സ്നാക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുളക് മസാലയൊക്കെ ഇട്ടൊന്ന് ആ ഒരു മസാലയിലൊന്ന് ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മുട്ട പുഴുങ്ങുന്നത്. അപ്പോൾ ഇന്ന് വലിയ ഹെവി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും തയ്യാറാക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ട് ഞാൻ നമ്മൾ അകുങ്കോലയൊന്ന് അടിച്ചു വരാൻ വന്നതാണ്. വിളക്ക് വെക്കാനൊക്കെ ആയല്ലോ. അപ്പോൾ അതൊന്ന് അടിച്ചു വാരി ക്ലീനാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വിളക്ക് വെക്കുന്നതിന് മുന്നേ അകുങ്കോലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കും. എന്ന് വെച്ചാൽ മെയിനായിട്ട് അടിച്ചു വരുന്നത് നമ്മളെ കോലായി ഉണ്ടല്ലോ, വിളക്ക് വെക്കുന്ന കോലായും സിറ്റ് ഔട്ടും അതേപോലെ ഹോളും കിച്ചണും കൂടെ ഒന്ന് അടിച്ചു വാരി എടുക്കും. 2 റൂമിലേക്ക് അങ്ങനെ പോവില്ല. കാരണം റൂമൊക്കെ നമ്മൾ ഉച്ചയ്ക്കതിൻ്റെ മുന്നേ തന്നെ രാവിലെ തന്നെ ക്ലീനൊക്കെ ചെയ്ത് ഇടുന്നതാണ്. പിന്നെ വൈകുന്നേരം മക്കൾ വന്നാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ഒന്ന് അടിച്ചു വാരിയും എടുക്കും. അപ്പോൾ അത് അടിച്ചു വാരിയെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണേ. അപ്പോൾ ഏതായാലും ആ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. മക്കൾ അവരുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് സമയം അങ്ങനെ കളിച്ചിട്ട് അങ്ങനെ വരലാണ്. അപ്പോൾ അവരെ കളിച്ചിട്ടൊക്കെ അങ്ങനെ വരട്ടെ. വന്നതിന് ശേഷം ഒന്ന് മേലൊക്കെ കഴുകി വിളക്ക് വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. അപ്പോൾ അവർ കളിക്കാൻ പോയിട്ടാണ്. അപ്പം ഞാൻ ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് മുട്ട വെച്ചിട്ട്. അപ്പം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഉണ്ടല്ലോ, സാധാരണ മുളക് പൊടി അതൊരു ചെറിയൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ആ ഒരു എണ്ണയിൽ ആ ഒരു മസാല ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കലാണ്. ആ ഒരു മസാലയൊക്കെ മുട്ടയിൽ ഇങ്ങനെ കൂട്ടാവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് ഹെവി ആയിട്ടൊന്നും ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്നില്ല. കാരണം അത്യാവശ്യം ഹെവി ഫുഡാണല്ലോ നമ്മൾ കഴിക്കാൻ പോകുന്നത്. രാത്രിക്ക് അധികം ലേറ്റ് ആക്കലില്ല. രാത്രിത്തെ ഡിന്നർ പെട്ടെന്ന് തന്നെ കഴിക്കും. ഒരു 8 o'clock അങ്ങനെ രാത്രിത്തെ ഡിന്നർ കഴിക്കും. അപ്പോൾ അതാ ഞാനൊരു ചെറിയ ചായയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആണ് ഇന്നത്തെ ഒരു ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ മക്കൾ പോപ്കോണും കാര്യങ്ങളൊക്കെ കഴിച്ചതാണ്. അപ്പോൾ അവരും കൂടെ ചായ കുടിക്കാൻ എന്തായാലും വരും. അപ്പോൾ ഏതായാലും ഞങ്ങളങ്ങനെ ചായ കുടിയും പരിപാടികളൊക്കെ ചെയ്യട്ടെ.
അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ഫ്രഷായി, കുട്ടികളും ഒന്ന് മേലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും ചായയെല്ലാം കുടിച്ചു. ഞാനിതാ വിളക്ക് വെക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ സന്ധ്യയ്ക്ക് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ വിളക്ക് വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് ഇങ്ങനെ പിന്നെ വിളക്ക് വെക്കുന്ന സമയത്ത് ഭക്തി ഗാനങ്ങൾ എന്തെങ്കിലും വെക്കലുണ്ട്. കുറച്ച് സമയം അങ്ങനെ അതൊക്കെ ഒന്ന് കേട്ട് കുറച്ചൊരു പോസിറ്റീവായിട്ട് അങ്ങനെ ഇരിക്കും മക്കളും ഞാനും ഒക്കെ. അപ്പോൾ ഏതായാലും സന്ധ്യയ്ക്കുള്ള ആ എന്തോ ഒരു സുഖമാണ് സന്ധ്യയ്ക്ക് ഇങ്ങനെ കുറച്ചൊരു നമ്മളെ സാമ്പ്രാണിയോ ഒക്കെ കത്തിച്ചിട്ട് അങ്ങനെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കുബൂസിന് ഞാൻ കുഴച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ അഥവാ റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും വേണ്ട ആൾക്കാരൊന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി. അടുത്ത ചെയ്യുമ്പോൾ ഞാൻ റെസിപ്പി തന്നേക്കാം. അപ്പം ഞാൻ കുബൂസിന് കുറച്ച് നേരത്തെ തന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ പരത്തിയും കൂടി എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചുട്ടെടുക്കലാന്നേ. അപ്പോൾ ഒരുപാട് എല്ലാം റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നിന്നാൽ നമുക്ക് പിന്നെ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണേ. അപ്പോൾ ഏതായാലും നമ്മുടെ കുബൂസൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊറോട്ടയും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അധികമൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ കുബൂസ് തയ്യാറാക്കിയതിനെ കൊണ്ട് പിന്നെ കുറച്ച് ഒരു 4-5 അത്രയേ ഉള്ളൂ. പിന്നെ പൊറോട്ടയും കൂടെ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് കഴിക്കാനാകുമ്പോൾ ഏട്ട പോയിട്ട് മേടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിതാ നമ്മുടെ പുരട്ടി വെച്ച ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ ഓവനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഗ്രില്ലിൽ വെച്ചിട്ട് ഞാനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓയിലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് ഓയിൽ പിന്നെ നമ്മൾ മസാല പുരട്ടുന്ന സമയത്ത് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനിത് പിന്നെ സെറ്റാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു 200 ഡിഗ്രി എന്ന് വെച്ചാൽ മാക്സിമം ഡിഗ്രിയിൽ മാക്സിമം ചൂടിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആവുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്തെടുക്കലാണ്. വേണമെങ്കിൽ പിന്നെ നമുക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു സൈഡ് ഒന്ന് മൊരിഞ്ഞപ്പോൾ ആ സൈഡിലൊന്ന് പിന്നെ നമ്മുടെ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചൊന്നിടുന്നുണ്ട്. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ബട്ടർ തേച്ച് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കലാണേ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ എനിക്ക് ഗ്രില്ല് മറ്റേതുണ്ട്, അടുപ്പിൽ ചെയ്യുന്ന ചാർക്കോളിൽ ചെയ്യുന്നത് ഉണ്ട്. ഞാനിപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ ഇതാകുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ തന്നെ അങ്ങ് ആയിക്കോളും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പിന്നെ കുബൂസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മഴയും കാര്യങ്ങളും കത്താനൊക്കെ പാടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പിന്നെ ആ ഒരു ഗ്രില്ലിൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ഈ ഒരു ഗ്രില്ലിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ മയോണൈസ് ഒന്ന് ചെയ്ത് എടുക്കുകയാണ്. മയോണൈസിൽ മുട്ടയും അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മുടെ കുറച്ച് വിനാഗിരിയും 2 അല്ലി വെളുത്തുള്ളിയും ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കുറവ് കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കലാണ്. എണ്ണ ചേർക്കുന്നതിനനുസരിച്ച് തിക്കായി വരും. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പിന്നെ പാം ഓയിലോ അങ്ങനെയുള്ള ഓയിലുകളാണ് ചേർക്കുക പൊതുവേ. പിന്നെ വെളിച്ചെണ്ണ അല്ലാണ്ട് ഉള്ള ബാക്കി ഓയിലുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. അധികം ഓയിൽ ചേർക്കുന്നില്ല. ഈ ഒരു ടൈറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലങ്ങ് വെക്കും. അപ്പം അത്യാവശ്യം ടൈറ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞാനതങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതാ പ്ലേറ്റിലേക്ക് എടുക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ഡിന്നറിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇതിപ്പം പിന്നെ ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും കഴുകാമെന്നാണ് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പാത്രങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടക്കൂടൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളത് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കൾക്ക് നാളെ സ്കൂളിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഏതായാലും അവരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ മക്കളെ പഠിപ്പിക്കലും ഹോംവർക്ക് ചെയ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടേനെ. പിന്നെ അതൊക്കെ വീഡിയോ എടുക്കാൻ നിൽക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ ഫുഡെല്ലാം ആക്കി അവർക്കങ്ങ് കൊടുക്കാമെന്ന് ചോദിച്ചു. അതിന് ശേഷം ബാക്കിയുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഏതായാലും മക്കളും ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടെ ഒത്തിന് ഇരുന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കലാണ്. ഒരുമിച്ച് അങ്ങനെ രാത്രിയിലെ ഫുഡ് എന്തെങ്കിലും ഒരുമിച്ച് തന്നെ കഴിക്കും. എല്ലാവരും ഒരുമിച്ച് അങ്ങനെ കഴിക്കാനാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ചേട്ടൻ പോയിട്ട് പൊറോട്ട എല്ലാം മേടിച്ചിനേനും.
അപ്പോൾ പിന്നെ കുറച്ച് കുക്കുംബറും കുറച്ച് ക്യാരറ്റും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് അങ്ങനെയുള്ള വെജിറ്റബിൾസും കൂടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആക്കുന്ന സമയത്താണ് ഞാൻ കുറച്ചുകൂടെ വെജീസൊക്കെ പിന്നെ കുട്ടിയൊക്കെ കൊടുക്കലും. പിന്നെ പൊതുവേ മക്കൾക്ക് ഇഷ്ടമാണ്, പിന്നെ ഇങ്ങനെയുള്ള ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അധികവും ഇങ്ങനെയുള്ള ഫുഡെല്ലാം പിന്നെ നമ്മൾ ടൂറ് അങ്ങനെയുള്ള പോകുന്ന സമയത്തും പിന്നെ അത്യാവശ്യം ഹോട്ടലിൽ ഫുഡിനായിട്ട് പോയി കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറവാണ്. ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കലാണ് പൊതുവേ ചെയ്യൽ. എനിക്ക് പൊതുവേ ഒരു സാറ്റിസ്ഫാക്ഷനും ഇഷ്ടവും വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് മക്കൾക്ക് കൊടുക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവൽ. കുറേ കൂടെ നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, പിന്നെ അധികം ഓയിലൊക്കെ കുറച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് എന്തായാലും കുറച്ചുകൂടെ ഹൈജീനിക്കായിട്ടും ചെയ്യുമല്ലോ. അപ്പോൾ ഞാനത് ഫുഡെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി, കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ കഴുകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് സിങ്ക് കഴുകിയിടുന്നുണ്ട്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സിങ്കിലേക്ക് ഇടുക ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ കഴുകാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. സിങ്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ തേച്ചിട്ട് പാത്രങ്ങൾ തേച്ചിട്ട് നേരെ സിങ്കിലേക്ക് ഇടും. പിന്നെ സിങ്കിൽ നിന്ന് അങ്ങനെ കഴുകിയിട്ട് നമ്മൾ പിന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് ചെയ്യലാണ്. സിങ്ക് കഴുകിയാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുക. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ട് കഴുകിയെടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സ്പേസുള്ള കിച്ചണല്ല, കുഞ്ഞു കിച്ചണാണ്. അപ്പം പിന്നെ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ഓവനും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം കുറച്ചും കൂടെ സ്ഥല പരിമിതി ഉണ്ട്. അപ്പോൾ ഏതായാലും പാത്രങ്ങളൊക്കെ ഞാൻ പിന്നെ കഴുകിയെടുക്കുകയാണ്. പൊതുവേ കുഞ്ഞു കിച്ചണൊക്കെ ആയതിനെക്കൊണ്ട് തന്നെ എനിക്ക് പിന്നെ വേഗം തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സമാധാനം വൃത്തിയൊക്കെ തോന്നൽ. അപ്പം ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കലാണ്. നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിടുമ്പോഴാണ് നമ്മളെ കിച്ചൺ എപ്പോഴും മെസ്സായിട്ട് പോകുന്നത്, നമ്മളെ കയ്യിൽ നിൽക്കാണ്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കിച്ചണൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കും. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് കഴുകി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു ക്ലീനിങ്ങിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ മിക്സിയും കാര്യങ്ങളൊക്കെ മിക്സീൻ്റെ ജാറൊക്കെ കഴുകുന്ന സമയത്ത് ആ വാഷറൊന്ന് ഊരിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കലും കൂടെ ഉണ്ട്. അപ്പോൾ ഏതായാലും പാത്രം കഴുകൽ പരിപാടി ഏകദേശം കഴിയാറായി. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ സിങ്കിലെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കലാണ്. ഇപ്പോൾ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ഇതാകുമ്പം പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞ് കിട്ടുകയും ചെയ്യും, വേഗം തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. ആ ഒരു സമയത്താണ് ഞാനിതിൽ നമ്മുടെ പിന്നെ ഓവനിൽ വെച്ച ഗ്രില്ലും അതേപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ഒരു ഗ്ലാസിൻ്റെ ഇതുണ്ടല്ലോ അതും കൂടെ ഒന്ന് കഴുകാൻ വിട്ടുപോയ കാര്യം ഓർമ്മ വന്നത്. അപ്പം ഞാൻ വേഗം അത് പിന്നെ ഒന്ന് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് അങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു പിന്നെ പറ്റിപ്പിടിച്ചിട്ടുള്ള ആ ഒരു പിന്നെ നമ്മുടെ നെയ്യും കാര്യങ്ങളൊക്കെ അങ്ങ് ഇളകി വന്നോളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് ഞാൻ വെറുതെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ആ ഉൾഭാഗമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അധികം പുറത്തേക്കൊന്നും ആയിട്ടില്ല, ഈ ഒരു ഗ്ലാസിൻ്റെ അതിൽ തന്നെ ആയത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തുടച്ചും എടുക്കുന്നുണ്ട്, വലിയ വൃത്തികേടൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു പിന്നെ ഗ്ലാസിൻ്റെ ആ ഒരു പാത്രവും അതേപോലെ തന്നെ പിന്നെ ആ ഗ്രില്ലിൻ്റെ ആ ഒരു പാത്രവും ഉണ്ടല്ലോ, പാത്രമല്ല ആ ഗ്രില്ലും ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് കഴുകുന്ന സമയത്തിനോട് വിട്ടുപോയി, അതിൻ്റെ ഉള്ളിലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മറന്നുപോയി. അപ്പോൾ അതേതായാലും വേഗം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് എന്തായാലും ഒരു പൊട്ട സ്മെൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തതാണ്. ആ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ഓവനും ഒന്നങ്ങ് തുടച്ച് കളയും, ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് എന്തെങ്കിലും തുടച്ചോളി. ആ ഒരു സമയത്താണ് ഈ കാര്യം ഓർമ്മ വന്നത്. ഞാൻ പിന്നെ എടുത്തു കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചതേനും, അപ്പോൾ അതുകൊണ്ടാണ് വിട്ടുപോയത്. അപ്പോൾ ഏതായാലും അതും കൂടെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പിന്നെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാസിൻ്റെ ഇതുണ്ടല്ലോ, പ്ലേറ്റ് പോലത്തെ, അത് ഞാൻ അന്നേരം തന്നെ തുടച്ചിട്ട് ഓവൻ്റെ ഉള്ളിൽ തന്നെ വെക്കലുണ്ട്. കാരണം അത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും മക്കളെങ്ങാട്ട് എടുത്ത് താഴിട്ടാലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വീണ് പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാനത് നമ്മുടെ ഓവൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്നോളും. പിന്നെ അതേതായാലും പുറത്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഏതായാലും അവിടെയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ സിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചിടുകയാണ്. ഓൾറെഡി കഴുകിയിട്ടതാണ്, പിന്നെ അധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാനൊന്ന് കഴുകിയിടണം, പാത്രങ്ങളൊക്കെ കഴുകിയതല്ലേ. അപ്പോൾ ഏതായാലും ഒന്ന് കഴുകിയും കൂടെ ഇടുന്നുണ്ട്. ഈ ഒരു ബ്രഷ് ഞാൻ
ഇങ്ങനെ സിങ്ക് കഴുകാനൊക്കെ ഉപയോഗിക്കുന്നൊരു ബ്രഷാണ്. ഞാൻ സിങ്ക് കഴുകാൻ സെപ്പറേറ്റ് തന്നെ ബ്രഷും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു പിന്നെ സ്ട്രെയിനർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള സ്ട്രെയിനർ വാങ്ങിയതിന് ശേഷം അങ്ങനെ പിന്നെ ബ്ലോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ല ക്ലീനായിട്ട് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു പൊടി ചായേൻ്റെ പൊടി പോലും അതിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുള്ളായ ഒരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റൗ എല്ലാം ഉണ്ടല്ലോ, സ്റ്റൗ ഒന്ന് ജസ്റ്റ് തുടച്ചിടും. അധികം മിസ്സും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. വെറുതെ ഒന്ന് ഒരു ക്ലോത്ത് ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കലാണ്. അധികം പിന്നെ ഓയിലി ഫുഡൊന്നും നമ്മളിതിൽ ചെയ്തിട്ടുമില്ലല്ലോ, കുബൂസല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഓയിലും കാര്യങ്ങളും തെറിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ രാവിലെ ഒരു സന്തോഷമാണ്, നല്ലൊരു ഹാപ്പിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഒരു ഇഷ്ടമുള്ളത് പോലെയാണ്. ഭയങ്കര മിസ്സായിട്ടാണെങ്കിലുള്ള ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനെപ്പോഴും രാത്രി കിച്ചൺ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടും, വൃത്തിയാക്കി ഇടും. അപ്പോൾ ഏതായാലും ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ കിച്ചൺ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇടിയപ്പവും കടലക്കറി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കടലൊക്കെ പുതിർക്കണം. പിന്നെ ഇതിപ്പം നമ്മൾ പിന്നെ രാവിലെ മക്കൾക്കെല്ലാം കൊണ്ടുപോകാനോ കുടിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്കുള്ള കടലക്കറീൻ്റെ കടലയും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പം പിന്നെ മക്കളെ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.